ഫോർ എവരി വൺ വാട്സാപ്പിന്റെ ഒരു കിടിലൻ ഫീച്ചർ തന്നെയാണ്. നമ്മൾ അയച്ച ഒരു മെസ്സേജ് ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾക്ക് അവരുടെ മൊബൈൽ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയാൻ കഴിയുന്ന ഒരു കിടിലൻ ഫീച്ചർ. നമ്മൾ മലയാളികളാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലോട്ട് ഒരു മെസ്സേജ് വന്നു, നമ്മളത് കാണുന്നതിന് മുന്നേ തന്നെ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തിട്ട് സെൻഡർ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നമ്മൾക്കത് കാണാനുള്ള ഒരു ആകാംക്ഷ, ഒരു താല്പര്യം അതൊക്കെ ഉണ്ടാകും ഇല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ കൂട്ടുകാർ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കണം. ഞാൻ കീരൂസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആപ്ലിക്കേഷന്റെ ഡൗൺലോഡ് ലിങ്ക് വീഡിയോയുടെ താഴെയുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ കൂട്ടുകാരുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്ന എല്ലാ മെസ്സേജുകളും, വാട്സാപ്പ് എന്ന് മാത്രമല്ല ഏതൊരു ആപ്ലിക്കേഷനിലും വന്നിരിക്കുന്ന എല്ലാ മെസ്സേജുകളും അവിടെ സൂക്ഷിക്കും. ഇനി വാട്സാപ്പിൽ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തു കഴിഞ്ഞാലും കാര്യമൊന്നുമില്ല, എന്താണോ നമ്മൾക്ക് വന്നിട്ടുള്ളത് അത് ഈ ഒരു ആപ്ലിക്കേഷൻ അവിടെ സൂക്ഷിച്ചു വെക്കും. നമ്മൾ ഡിലീറ്റ് ചെയ്യണം എങ്കിൽ മാത്രമാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് അത് പോകുകയുള്ളൂ. പരിചയപ്പെടാം ഇന്നത്തെ ഒരു ആപ്ലിക്കേഷനെ. കൂട്ടുകാർക്ക് എൻ്റെ വാട്സാപ്പിലോട്ട് ഒരു ഇമേജ് വന്ന് കാണാൻ കഴിയും. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ആ ഒരു മെസ്സേജ് ഇവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അഥവാ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തിരിക്കുന്ന എന്തൊരു കണ്ടന്റ് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഒരു ലൈസൻസ് അഗ്രിമെന്റ് വരും. ആക്സെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യും. ശേഷം താഴെയുള്ള ഒരു ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷനിൽ നിന്നും ഡിലീറ്റ് ചെയ്ത കണ്ടന്റുകളാണ് നിങ്ങൾക്ക് റിക്കവർ ചെയ്യേണ്ടത്, ആ ആപ്ലിക്കേഷൻസുകളെല്ലാം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ലിസ്റ്റും ഇവിടെ വരുന്നതാണ്. ഞാനിവിടെ വാട്സാപ്പ് മാത്രമാണ് സെലക്ട് ചെയ്തത്. ശേഷം താഴെയുള്ള ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, മൾട്ടിമീഡിയ ഫയൽസ്, അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ റീഡർ. രണ്ടും നമുക്ക് എനാബിൾ ചെയ്ത് കൊടുക്കണം. ശേഷം താഴെയുള്ള ആരോ ബട്ടണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് നമുക്കിത് ഫിനിഷ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ആപ്ലിക്കേഷന്റെ ഇന്റർഫേസ്. ഇനി നമുക്ക് മിനിമൈസ് ചെയ്യാം. വീണ്ടും നമ്മുടെ വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇമേജ് കാണാൻ കഴിയും. പിന്നെ നമ്മൾ ഈ ഒരു ഇമേജ് കാണുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ഒക്കെ കാണുന്നതിന് മുന്നേ അവർ ഡിലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ റിക്കവർ ചെയ്യുന്ന ഡാറ്റ അവർ അയച്ചത് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 8/6 2 മെസ്സേജുകൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്ത് മെസ്സേജ് ആണെന്ന് പോലും ഒരുപക്ഷെ നമുക്ക് അറിഞ്ഞു എന്ന് വരില്ല. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഇന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടാബിൽ നമുക്ക് അവിടെ ടെക്സ്റ്റ് കാണാൻ കഴിയും. ഹായ് കീരൂസ്, ഒരു ഫോട്ടോ അതോടൊപ്പം തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ടാബിൽ നമുക്ക് എന്ത് ഡാറ്റയാണോ, അത് ഇമേജ് ആയിക്കോട്ടെ, ഓഡിയോ ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, മറ്റെന്ത് ഫയൽ ആയിക്കോട്ടെ, അത് ഇവിടുന്ന് കാണാൻ കഴിയും. അത് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ മൊബൈൽ ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഷെയർ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മറ്റ് ആപ്പുകളിലേക്ക് ഷെയർ ചെയ്യാം. ഇനി അടുത്ത ഒരു ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മളുടെ സ്റ്റാറ്റസുകളാണ്. അവരുടെ സ്റ്റാറ്റസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്കിവിടെ ആ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ. ഇന്നത്തെ ഈ ഒരു അറിവ് കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ കൂട്ടുകാർക്ക് ദിവസേന ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ആ ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഓപ്ഷൻസ് എല്ലാം ഒന്ന് എനാബിൾ ചെയ്ത് കൊടുക്കുക. ഇനി ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോകൾ കൂട്ടുകാർക്ക് ആവശ്യമാണോ എങ്കിലേ ഇത് നമ്മുടെ ഫേസ്ബുക്ക് പേജാണ്, ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് കൂട്ടുകാരുടെ മൊബൈൽ ഫോണിലോട്ടും ഒരു നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട്, കീരൂസ്.